കന്യാകുമാരി ജില്ലയിൽ തക്കലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാര സമുച്ചയമാണ് പത്മനാഭപുരം കൊട്ടാരം. AD 1592 മുതൽ 1609 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഇരവിപിള്ള ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് AD 1601 പത്മനാഭപുര കൊട്ടാര നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കേരളത്തിൻ്റെ തനത് വാസ്തുവിദ്യാ ശൈലിയുടെ മകുടോദാഹരണമായ പത്മനാഭപുരം കൊട്ടാരം 6 ഏക്കറോളം വരുന്ന കൊട്ടാര വളപ്പിൽ സ്ഥിതി ചെയ്യുന്നു. കൊട്ടാരത്തിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ്. 1741 കുളച്ചൽ യുദ്ധത്തിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കിപ്പണിതു. മന്ത്രശാലയുടെ വടക്കു ഭാഗത്താണ് മണിമാളിക സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരത്തിൽ സമയമറിയാനാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. മണിമേടയുടെ മുൻവശത്ത് കമനീയമായ ഒരു മുഖപ്പം ഉറപ്പിച്ചിട്ടുണ്ട്. മണിമേടയുടെ പുരോഭാഗം കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഉയരമുള്ള മണിമാളികയിൽ ഭാരത്തിന്റെ ശക്തിയിൽ തീയിൽ പ്രവർത്തിക്കുന്ന നാഴികമണി തദ്ദേശീയനായ ഒരു കൊല്ലനാണ് നിർമ്മിച്ചത്. പത്മനാഭപുരം കൊട്ടാരത്തിലെത്തുന്ന അതിഥികളെ മഹാരാജാവ് സ്വീകരിച്ചിരുന്ന സ്ഥലമാണ് പൂമുഖം. കേരളീയ വാസ്തുശില്പ ശൈലിയിൽ നിർമ്മിച്ച ഈ മന്ദിരത്തിന് ത്രികോണാകൃതിയിലുള്ള കവാടമാണുള്ളത്. മനോഹരമായി കൊത്തുപണികൾ ചെയ്ത തടി കൊണ്ടുണ്ടാക്കിയ മേൽത്തട്ടിൽ വ്യത്യസ്തങ്ങളായ 90 പൂക്കൾ കുത്തിവച്ചിരിക്കുന്നു. അത്യപൂർവമായ കുതിരക്കാരൻ വിളക്കും 7 കഷ്ണം കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കട്ടിലും ചീനക്കാർ മഹാരാജാവിന് സമ്മാനിച്ച ചീനക്കസേരയും ഇവിടെയുണ്ട്. പൂമുഖത്തിൻ്റെ മുൻവശത്തായി ദാരുശില്പങ്ങൾ കൊത്തിവെക്കപ്പെട്ട 3 മുഖപ്പുകളുമുണ്ട്. തടിയിൽ കടഞ്ഞെടുത്ത അശാരൂഢരായ 2 രാജവിഗ്രഹങ്ങൾ സന്ദർശകർക്ക് സ്വാഗതമേകുന്നു. 622 വർഷം പഴക്കമുള്ള കൊട്ടാരമാണിത്. ഏഷ്യയിലെ ഏറ്റവും വലിയ തടിയിൽ പണിത കൊട്ടാരം. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമാണിവിടം. 1601 മുതൽ 1790 വരെ 14 രാജാക്കന്മാർ ഭരിച്ചിരുന്നു. അതിൽ പ്രമുഖനായ രാജാവും 13ാമത്തെ രാജാവുമായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1790 ഇവിടെ നിന്ന് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി. അവസാനം ഭരിച്ചിരുന്ന രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ എന്നറിയപ്പെടുന്നു. ഓണക്കാലത്ത് നാട്ടുപ്രമാണിമാർ രാജാവിന് സമ്മാനിച്ച ആശംസ കാർഡുകളാണ് ഓണവില്ലുകൾ. പൂമുഖത്തിൻ്റെ മുകളിലത്തെ നിലയിൽ സ്ഥിതി ചെയ്യുന്ന മുറിയാണ് മന്ത്രശാല. ഇവിടെ മന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യഭരണത്തെയാണ്. മഹാരാജാവ് ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇവിടെ വച്ചാണ്. ദാരുശില്പകല വൈഭവത്തിൽ മുന്നിട്ടു നിൽക്കുന്നവയാണ് മന്ത്രശാലയിലെ തട്ടും തുലാങ്ങളും. ഒരു മുഖപ്പ് മാത്രമുള്ള മന്ത്രശാലയ്ക്ക് 11 കിളിവാതിലുകളുണ്ട്. ഇതിൻ്റെ പാളികൾ വിവിധ വർണ്ണങ്ങളിലുള്ള അഫ്രപാളികൾ പിടിപ്പിച്ചിരിക്കുന്നു. ചൈനീസ് മാതൃകയിൽ പണിതിട്ടുള്ള ഇരിപ്പിടങ്ങൾ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ കാണുന്ന 12 അറകളിൽ രാമച്ചം പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ നിറച്ചു വയ്ക്കുകയും പുറത്തുനിന്നുള്ള കാറ്റ് ഉള്ളിലേക്ക് വരുമ്പോൾ മന്ത്രശാല മുഴുവനായി സുഗന്ധം നിറയുകയും ചെയ്യും.
അടുത്തതായി നമ്മൾ പോകുന്നത് ഊട്ടുപുരയിലേക്കാണ്. ഊട്ടുപുരയുടെ മനോഹരമായ കാഴ്ചകളാണ് നാം കാണുന്നത്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ദാനധർമ്മിഷ്ഠരാണ്. ദിനം പ്രതി 2000-ഓളം ആളുകൾക്ക് സദ്യ നൽകിയിരുന്നത് ഈ ഊട്ടുപുരയിൽ വെച്ചായിരുന്നു. 2 നിലയിലുള്ള ഈ ഊട്ടുപുരയുടെ ഓരോ നിലയിലും 1000 പേർ വീതം സദ്യയുണ്ണാൻ സൗകര്യമുണ്ട്. പത്മനാഭപുര കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൊട്ടാരമാണ് ദർഭക്കുളങ്ങര കൊട്ടാരം എന്നുകൂടി അറിയപ്പെടുന്ന തായ് കൊട്ടാരം. AD 1592 മുതൽ AD 1610 വരെ വേണാട് ഭരണാധികാരിയായിരുന്ന രവിവർമ്മ കുലശേഖര പെരുമാളിൻ്റെ കാലത്താണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. 4 കെട്ട് മാതൃകയിൽ പണികഴിപ്പിച്ച ഈ കൊട്ടാരത്തിലെ ഏകാന്ത മണ്ഡപത്തിന് നിരവധി സവിശേഷതകളുണ്ട്. മനോഹരമായ കൊത്തുപണികളോടെ വരിക്കപ്ലാവിൻ തടിയിൽ നിർമ്മിച്ച കന്നിത്തൂൺ ഇവിടെ കാണാനായി സാധിക്കും. ഒറ്റത്തടിയിൽ കൊത്തിയിരിക്കുന്ന ശില്പങ്ങളും തൊങ്ങലുകളും വളയങ്ങളും കേരളീയ ദാരുശില്പ വൈഭവം വിളിച്ചോതുന്നു. ദേവീ പ്രീതിക്കായി കളമെഴുത്തും പാട്ടും ഈ ഏകാന്ത മണ്ഡപത്തിൽ വച്ചാണ് നടത്തിയിരിക്കുന്നത്. ഇവിടത്തെ തറ നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി മിശ്രിതം കൊണ്ടാണെങ്കിലും ഇതിൽ മുട്ട ഉപയോഗിച്ചിട്ടില്ല.